ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽത്ത് സർക്യൂട്ട്. നമ്മൾ നോക്കാൻ പോകുന്ന ഹ്യൂമാനിറ്റി പ്രോട്ടോക്കോളിൻ്റെ അപ്ഡേറ്റ് ആണ്. ഓൾറെഡി എങ്ങനെ ഹ്യൂമാനിറ്റി പ്രോട്ടോക്കോളിൽ ജോയിൻ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോയിൽ പറഞ്ഞതാണ്. ആ ഒരു വീഡിയോ കാണാത്തവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണുക, എങ്കിൽ മാത്രമേ കണ്ടിന്യൂറ്റി നിങ്ങൾക്ക് കിട്ടുള്ളൂ. ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. തീർച്ചയായിട്ടും ആ വീഡിയോ കണ്ട് അക്കൗണ്ട് എല്ലാം ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ ഇനി തുടർന്ന് കാണുക. ആദ്യമായിട്ട് കുറച്ച് പേര് ചോദിച്ച ഡൗട്ടാണ്, ഇനി എങ്ങനെ ലോഗിൻ ചെയ്യാം, രണ്ടാമത് അങ്ങനെ ലോഗിൻ ചെയ്യുക എന്നുള്ളതാണ്. സിമ്പിളാണ്. നിങ്ങൾ നേരത്തെ കൊടുത്ത പോലെ തന്നെ നിങ്ങളുടെ മെയിൽ ഐ ഡി കൊടുക്കുക. ലോഗിൻ കൊടുക്കുമ്പോൾ നിങ്ങളുടെ മെയിൽ ഐ ഡിയിലേക്ക് ഒരു മെയിൽ വരും. ആ മെയിലിൽ ഒരു ലിങ്ക് ഉണ്ടാവും. അത് വെച്ച് നിങ്ങളുടെ അക്കൗണ്ട് വെരിഫൈ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ആവുന്നതാണ്. ഓക്കെ, ഞാനിവിടെ എൻ്റെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഇനി രണ്ടാമതായിട്ട് വന്ന ഡൗട്ടാണ്, മൊബൈൽ ഫോൺ യൂസ് ചെയ്ത് ചെയ്യുന്നവർക്ക് ഈ ഓപ്ഷൻസ് ഒന്നുമില്ല എന്നുള്ള കാര്യം. നിങ്ങൾ നോർമലി ബ്രൗസറൊക്കെ യൂസ് ചെയ്ത് അത്യാവശ്യം പരിചയമുള്ള ആളാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളിത് സോൾവ് ചെയ്തിട്ടുണ്ടാകും. ഈസിയാണ്. നിങ്ങൾ എന്ത് ചെയ്യണം, മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നവർ ഐഫോൺ ആണെങ്കിൽ MISES എന്ന് പറയുന്ന ബ്രൗസർ യൂസ് ചെയ്യുക. ഇനി ആൻഡ്രോയിഡ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ കിവി ബ്രൗസർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതെല്ലാം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. ഏത് ബ്രൗസർ ആണെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് ഓപ്ഷൻസിലേക്ക് പോവുക, ഡെസ്ക്ടോപ്പ് മോഡ് എനേബിൾ ആക്കുക. ഓക്കെ, ഡെസ്ക്ടോപ്പ് മോഡ് എനേബിൾ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഓപ്ഷൻസ് എല്ലാം മേലെ കാണാൻ പറ്റുന്നതാണ്. ഇനി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിർത്തിയത് ഫോസറ്റ് എന്ന് പറയുന്ന സെക്ഷനിലാണ്. നമുക്ക് ഫോസറ്റ് ഡെലിവർ ആവുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ വീണ്ടും ഫോസറ്റ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫോസറ്റ് എങ്ങനെ എടുക്കാമെന്നുള്ളതൊക്കെ നോക്കുന്നതിന് മുൻപ് തന്നെ കുറേ ആൾക്കാർ പറഞ്ഞതാണ് ഇൻവിറ്റേഷൻ കോഡ് വാലിഡ് അല്ല എന്നുള്ള കാര്യം. അതെന്ത് കോഡാണ് കൊടുക്കേണ്ടത് എന്നുള്ളതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. പിന്നെ രണ്ടാമത് വരുന്ന ഇൻവിറ്റേഷൻ കോഡാണ് ഈ പാമിൻ്റെ ഇൻവിറ്റേഷൻ കോഡ്. ഓക്കെ, ഈ എൻറോൾമെൻറ്റ് നിലവിൽ സ്റ്റാർട്ടായിട്ടില്ല. സ്റ്റാർട്ട് ആകുമ്പോൾ കൃത്യമായിട്ട് ഞാൻ അതിൻ്റെ ഇൻവിറ്റേഷൻ കോഡ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അതുകൊണ്ടാണ് പാം നോട്ട് എൻറോൾഡ് എന്നിവിടെ കാണിക്കുന്നത്. എൻ്റെ അക്കൗണ്ടും അങ്ങനെ തന്നെയാണ്. ഇതുവരെ പാം എൻറോൾമെൻറ്റ് സ്റ്റാർട്ടായിട്ടില്ല. ഓക്കെ, സ്റ്റാർട്ട് ആവുന്ന സമയത്ത് തന്നെ കൃത്യമായിട്ട് ഞാൻ ടെലഗ്രാമിൽ ഷെയർ ചെയ്യാം. അത് നോക്കിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ കോഡ് എൻ്റർ ചെയ്തുകൊണ്ട് നിങ്ങൾ പാമിൽ എൻ്റർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഡൗട്ടും സോൾവ് ആയെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ആദ്യം ഫോസറ്റ് എന്ന് പറയുന്ന സെക്ഷനിലേക്ക് പോവുക. മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നവരെല്ലാം ഇത് തന്നെയാണ് ചെയ്യേണ്ടത്. ഒരു പ്രാവശ്യം കണക്റ്റ് ആയില്ല, ഒരു പ്രാവശ്യം വർക്ക് ആവുന്നില്ല എന്ന് പറഞ്ഞ് ലീവ് ചെയ്ത് പോകുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ടെസ്റ്റ്നെറ്റ് ചെയ്യാതിരിക്കുക. കാരണം നിങ്ങൾ ഏത് ടെസ്റ്റ്നെറ്റ് ചെയ്താലും ഒരുപാട് എറേഴ്സ് ഉറപ്പായിട്ടും വരും. കാരണം നമ്മൾ ചെയ്യുന്നത് മെയിൻ നെറ്റ് അല്ല, ടെസ്റ്റ് നെറ്റാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ നെറ്റ്വർക്ക് അല്ലെങ്കിൽ പ്രോട്ടോകോൾ ടെസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഒരുപാട് എറേഴ്സ് ഉറപ്പായിട്ടും വരും. അത്രയും എറേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ ടെസ്റ്റ് നെറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാം പോലും നിലവിലുള്ളത്. ഓക്കെ, നമ്മൾ ഈ ടെസ്റ്റ് നെറ്റ് ടെസ്റ്റ് ചെയ്യുന്ന ടെസ്റ്റേഴ്സാണ്. നമ്മൾ ടെസ്റ്റ് ചെയ്ത് റിപ്പോർട്ടൊന്നും കൊടുക്കേണ്ടെന്നേ ഉള്ളൂ. നമ്മളുടെ ഓരോ ഇൻസൈറ്റും കറക്റ്റായിട്ട് തന്നെ ഇവർക്ക് അറിയാൻ പറ്റും. നമുക്ക് ഇന്ന എറർ വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർ ട്രാക്ക് ചെയ്യുന്നുണ്ട്. ആ ട്രാക്ക് ചെയ്യുന്ന ഡാറ്റ വെച്ചിട്ടാണ് എല്ലാ ഇഷ്യൂസും സോൾവ് ചെയ്തുകൊണ്ട് മെയിൻ നെറ്റ് റിലീസ് ചെയ്യുമ്പോഴേക്കും എല്ലാം സെറ്റാക്കി എല്ലാ ഇഷ്യൂസും സോൾവ് ചെയ്തുകൊണ്ട് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഇഷ്യൂസ് കണ്ടുപിടിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ ടാസ്ക്. ഓക്കെ, അപ്പോൾ ഓരോ ഇഷ്യൂസ് വരുമ്പോഴും വീണ്ടും 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 ട്രൈ ചെയ്യുക എന്നത് മാത്രമാണ് നമ്മളുടെ മുന്നിലുള്ള ടാസ്ക്. നമ്മളത് ചെയ്യുന്തോറും അവർക്ക് കൂടുതൽ ഇൻസൈറ്റ്സ് കിട്ടും. അത് വെച്ച് അവർ സോൾവ് ചെയ്യും. കൂടുതൽ എറേഴ്സ് വരുന്ന നല്ല കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഒന്നോ രണ്ടോ എറർ വരുമ്പോൾ നിർത്തി പോകുന്നവരാണെങ്കിൽ ടെസ്റ്റ്നെറ്റിൽ നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് ഏൺ ചെയ്യാനുള്ള അവസരം ഉണ്ടാവില്ല. കാരണം അത്രയും മടിയുള്ളവർക്ക് പറ്റുന്ന കാര്യമല്ല ടെസ്റ്റ്നെറ്റ്. നിങ്ങൾ ഗെയിംസൊക്കെ കളിച്ച് ടെലഗ്രാം എയർ ഡ്രോപ്പ് തന്നെ സ്റ്റേ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കുറച്ച് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മാത്രമേ ടെസ്റ്റ്നെറ്റിൽ നിന്നും ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റൂ. വലിയ കാര്യമൊന്നുമല്ല. എൻ്റെ കയ്യിലും ഇതുപോലെ PC ഇല്ലാത്ത കാലത്ത് ഞാനും ഇതുപോലെ മൊബൈൽ ഫോൺ ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ചെയ്തത്. ഓക്കെ, അതിൽ നിന്നും റേസ് ചെയ്ത ക്യാപിറ്റൽ വെച്ചിട്ടാണ് ഞാൻ ട്രേഡിങ് തുടങ്ങിയതും ഇതുപോലെ ബാക്കിയുള്ള ടെസ്റ്റ് നെറ്റുകൾക്ക് വേണ്ടി ലാപ്പ് എടുത്തതും ഒക്കെ. നിങ്ങൾക്കും അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ കൊടുക്കേണ്ട എന്താണ്, കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ മെറ്റാമാസ്ക് ഓപ്പൺ ചെയ്യുക. മെറ്റാമാസ്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മളുടെ മെറ്റാമാസ്കിൻ്റെ അഡ്രസ്സ്, ഏത് നെറ്റ്വർക്ക് ആണെങ്കിലും കുഴപ്പമില്ല, അഡ്രസ്സ് മാറില്ല. ഓക്കെ, ഏത് നെറ്റ്വർക്കിലാണ് നിങ്ങൾ ഇട്ട് വെച്ചതെങ്കിലും അതൊരു പ്രശ്നമുള്ള കേസല്ല. നിങ്ങൾ അഡ്രസ്സ് കോപ്പി ചെയ്യുക, ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം റിക്വസ്റ്റ് ക്ലിക്ക് ചെയ്യുക. റിക്വസ്റ്റ് ക്ലിക്ക് ചെയ്തപ്പോൾ കാണാൻ പറ്റും നമ്മുടെ ട്രാൻസാക്ഷൻ ഹാഷ് വന്നിട്ടുണ്ട്. അതിനർത്ഥം സെൻഡായി എന്നുള്ളതാണ്. ഓക്കെ, വീണ്ടും ഇപ്പോൾ തന്നെ സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ആവില്ല. കാരണം ഓരോ 1 മിനിറ്റിലുമാണ് നമുക്ക് ഒരു THP ടോക്കൺ വെച്ച് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റുക. നമ്മൾക്ക് മാറ്റർ ചെയ്യുന്നത് എത്ര ട്രാൻസാക്ഷൻസ് നമ്മൾ ചെയ്തു. അതുപോലെ തന്നെ സ്പാം ചെയ്യരുത്. സ്പാം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മെറ്റാമാസ്കിൻ്റെ അക്കൗണ്ട് സിബില്ല് പെട്ടുപോകും. സിബില്ല് പെട്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് കിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് സേഫായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ഇതുപോലെ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത് നിങ്ങളുടെ THP ടോക്കൺ ഇവിടെ നിന്നും ക്ലെയിം ചെയ്യുക. ഓക്കെ, ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെറ്റാമാസ്കിൽ വരും. ഇവിടെയാണ് അടുത്ത റൗട്ട് വരുന്നത്. നിങ്ങളുടെ മെറ്റാമാസ്കിൽ ഈ THPൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ ആഡ് ചെയ്യുക എന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതാണ്. HP ടെസ്റ്റ്നെറ്റ് എങ്ങനെ ആഡ് ചെയ്യുക എന്നുള്ള കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതാണ്. ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ മൊബൈൽ ഫോണിൽ ഈ ഒരു ആപ്പ് തുറക്കുമ്പോൾ കാണിക്കുന്നില്ല. മെറ്റാമാസ്കിൻ്റെ ആപ്പിനകത്ത് ഈ പ്രോട്ടോകോൾ കാണിക്കുന്നില്ല, അല്ലെങ്കിൽ ഈ ടെസ്റ്റ്നെറ്റ് കാണിക്കുന്നില്ല എന്ന് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാണിക്കില്ല. അങ്ങനെ തന്നെയാണ് നോർമലി. നമ്മൾ ഏത് എക്സ്റ്റൻഷനിലാണോ ആഡ് ചെയ്യുന്നത് ഈ എക്സ്റ്റൻഷനിൽ മാത്രമേ നമുക്ക് ഈ ടെസ്റ്റ്നെറ്റ് ടോക്കൺസ് കാണാൻ പറ്റൂ. ഇനി നിങ്ങൾക്ക് മൊബൈലിൽ കാണുന്നുണ്ടെങ്കിൽ വീണ്ടും മാനുവലി ഇതുപോലെ മൊബൈൽ ഫോണിൻ്റെ ആപ്പിൽ കയറി നിങ്ങൾ ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ മൊബൈൽ ഫോണിൽ കണ്ടില്ല എന്ന് വെച്ച് അത് ഒരു എറർ അല്ല എന്ന കാര്യം മനസ്സിലാക്കുക.
നിങ്ങൾ ഏത് എക്സ്റ്റൻഷനിലാണോ ഈ ടെസ്റ്റ്നെറ്റ് ടോക്കൺ ആഡ് ചെയ്ത് കൊടുത്തത് അവിടെ മാത്രമേ നിങ്ങൾക്ക് കാണുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ നെറ്റ്വർക്ക് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഫോണിൽ ഇതൊന്നും കണ്ടോളുന്നില്ല. ഓക്കെ, അത് നോർമലാണ്, അത് ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും അല്ല എന്ന കാര്യം മനസ്സിലാക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? വീണ്ടും ഹ്യൂമാനിറ്റി പ്രോട്ടോക്കോളിൻ്റെ പേജിലേക്ക് പോവുക. അതിനുശേഷം ബ്രിഡ്ജ് എന്ന് പറയുന്ന പേജിലേക്ക് പോവുക. ഇതാണ് ബ്രിഡ്ജിങ് പേജ്. ഇവിടെ നമ്മൾ ആദ്യം നമ്മുടെ വാലറ്റ് കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം കൃത്യമായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതുകൊണ്ട് തന്നെ വീണ്ടും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും കഴിഞ്ഞ വീഡിയോ കണ്ടവരാണെങ്കിൽ ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവും. ആഡ് ടു മെറ്റാമാസ്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഞാനിവിടെ കണക്ട് കൊടുക്കുകയാണ്. നമ്മൾക്ക് ട്രാൻസാക്ഷൻ്റെ എണ്ണമാണ് വലുത് എന്ന് വെച്ച് ഒരു ദിവസം തന്നെ 10 or 20 ട്രാൻസാക്ഷൻ ചെയ്യാൻ പാടില്ല. ഒരു ദിവസം മാക്സിമം ഒരെണ്ണം. ഏറ്റവും സേഫസ്റ്റ്, ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസത്തിൽ ഒരെണ്ണം. 2 ദിവസം കൂടുമ്പോൾ ഒരു ട്രാൻസാക്ഷൻ മാത്രം ചെയ്താൽ മതി. അതിന് മുകളിലേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് സ്പാം എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് അല്ലെങ്കിൽ സിബിലിലേക്ക് പെടും. സിബിലിലേക്ക് പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ മെറ്റാമാസ്ക് ഇൻഎലിജിബിൾ ആയിട്ട് മാറും എയർ ഡ്രോപ്പിന്. അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യാതിരിക്കുക. ഒരുപാട് ട്രാൻസാക്ഷൻ ചെയ്താൽ വലിയ എയർ ഡ്രോപ്പ് കിട്ടുമെന്ന് വിചാരിക്കരുത്. അത് ഒരു തെറ്റായ ധാരണയാണ്. അതുകൊണ്ട് തന്നെ ഓരോ ട്രാൻസാക്ഷൻ മാത്രം ഒരു ദിവസം മാക്സിമം ചെയ്യുക. അതിന് മുകളിലേക്ക് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ കയ്യിൽ 0.9 ബാലൻസ് ഉണ്ട്. ഞാനിവിടെ ചെയ്യുന്നത് 0.01 ആണ്. ഓക്കെ, ഇങ്ങനെ ചെറിയ എമൗണ്ട് മാത്രം ചെയ്താൽ മതി. അല്ലാതെ വലിയ എമൗണ്ട് ചെയ്യേണ്ട ഒരാവശ്യമില്ല. ആ ഒരു കാര്യം മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ചെറിയ എമൗണ്ട് 0.01 പകരം ഞാനിപ്പോൾ 0.1 ആക്കുകയാണ്. 0.1 ആണ്. അതിനുശേഷം ടു സെഫോലിയ ടെസ്റ്റ്നെറ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? കണ്ടിന്യൂ കൊടുക്കുന്നു. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്ക് വരും. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഗ്യാസ് ഫീ നിലവിൽ ഇല്ല. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഗ്യാസ് ഫീ ഇല്ല. അപ്പോൾ നമുക്ക് 0.1 THP ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നമുക്ക് ഗ്യാസ് ഫീ ഇല്ല. അതിനുശേഷം ബ്രിഡ്ജ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഓരോ ക്ലിക്കിലും നമുക്ക് മെറ്റാമാസ്കിൻ്റെ കൺഫർമേഷൻ വരും. നിങ്ങൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ ഇതുപോലെ പോപ്പപ്പ് വരില്ല. നിങ്ങൾ ഓരോ പ്രാവശ്യവും നിങ്ങളുടെ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്ത് മെറ്റാമാസ്കിലേക്ക് പോയി മെറ്റാമാസ്ക് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മാത്രമായിരിക്കും ഈ കാര്യങ്ങളെല്ലാം കാണാൻ പറ്റുക. ഓക്കെ, എന്നിട്ട് ഇതുപോലെ കൺഫർമേഷൻ കൊടുക്കുക. കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതാണ് നിലവിൽ ഞാൻ ചെയ്ത ട്രാൻസാക്ഷൻ. ഇവിടെ പ്രോസസ്സിംഗ് ആണ്. ഈ ഒരു പ്രോസസ്സിങ്ങിന് ഏകദേശം ഒരു 5 or 6 മിനിറ്റ് എടുത്തേക്കാം. ഇത് കഴിഞ്ഞാൽ ഇതുപോലെ സ്റ്റെപ്പിലേക്ക് എത്തും. സ്റ്റെപ്പ് 2 എത്തും. ഓക്കെ, ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഫൈനലൈസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. ഇതാണ് കുറേ ആൾക്കാർക്ക് വീണ്ടും ഡൗട്ട് വന്നത്. ടെലഗ്രാമിൽ ഞാൻ ഓൾറെഡി ബ്രിഡ്ജ് സ്റ്റാർട്ട് ആയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ നമ്മളുടെ ഒരുപാട് കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ചെയ്യാൻ നോക്കിയിട്ട് അവർക്ക് ഇതുപോലെ ഫൈനലൈസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നായിരുന്നു അടുത്തൊരു സംശയം വന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്? ഇവിടെ ഫൈനലൈസ് ക്ലിക്ക് ചെയ്യാൻ പോവാണ്. നിങ്ങളും ഇതുപോലെ ട്രാൻസാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 10 or 20 മിനിറ്റാണ് മാക്സിമം എടുക്കുക. അത് കഴിഞ്ഞാൽ ഇതുപോലെ സ്റ്റെപ്പ് 2 വരും. ഇവിടെ നമുക്ക് ഫൈനലൈസ് എന്ന് പറയുന്നൊരു ബട്ടണായിട്ട് മാറും. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്നാണ് ഫൈനലൈസ് കൊടുക്കുകയാണ്. ഫൈനലൈസ് കൊടുത്തപ്പോൾ HP ടെസ്റ്റ്നെറ്റ് എന്ന് പറയുന്ന നെറ്റ്വർക്കിലാണ് നമ്മൾ നിലവിൽ നമ്മുടെ മെറ്റാമാസ്ക് വെച്ചിരിക്കുന്നത്. അത് സെഫോലിയ എന്ന് പറയുന്ന നെറ്റ്വർക്കിലേക്ക് മാറ്റാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതുപോലെ ഫൈനലൈസ് ക്ലിക്ക് ചെയ്യുമ്പോൾ മെറ്റാമാസ്കിൽ റിക്വസ്റ്റ് വന്നിട്ടുണ്ടാവും. നിങ്ങൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ മൊബൈൽ ഫോണിൽ നിങ്ങളുടെ എക്സ്റ്റൻഷൻ ഓപ്പൺ ചെയ്ത് നോക്കുക. അതിനകത്ത് ഇതുപോലെ ഒരു സ്വിച്ച് നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. അത് സ്വിച്ച് നെറ്റ്വർക്ക് കൊടുക്കുക. ഓക്കെ, സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അടുത്ത ഒരു പോപ്പപ്പ് നിങ്ങളുടെ മെറ്റാമാസ്കിൽ വരും. മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നവർ, ഞാൻ വീണ്ടും പറയുകയാണ്, മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നവർ പോപ്പപ്പ് നോക്കിയിരിക്കരുത്. ഓരോ പ്രാവശ്യവും ഓരോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും മെറ്റാമാസ്കിൻ്റെ എക്സ്റ്റൻഷൻ ഓപ്പൺ ചെയ്ത് നോക്കണം. ഓക്കെ, എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ്? നമുക്ക് എസ്റ്റിമേറ്റഡ് ഗ്യാസ് ഫീ ആയിട്ട് നമ്മൾ സെഫോലിയ ഇതേറിയം കൊടുക്കണം. ഓക്കെ, ഫ്രീ ആണ്, 1 രൂപ പോലും ചിലവില്ല. ഫ്രീ ആയിട്ട് സെഫോലിയ ഇതേറിയം എടുക്കാൻ പറ്റുന്ന എല്ലാ സൈറ്റുകളും ഞാൻ താഴെ കൊടുക്കാം. അതിൽ നിന്ന് നിങ്ങൾക്ക് സെഫോലിയ ഇതേറിയം ക്ലെയിം ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ എന്തായാലും ഇത് ചെയ്തതിന് ശേഷം എങ്ങനെ സെഫോലിയ ക്ലെയിം ചെയ്യാം എന്നുള്ളതും കാണിച്ചു തരാം. അത് നോക്കി ചെയ്യാം. ഓക്കെ, നമുക്കിവിടെ ചിലവ് വരുന്നത് 0.003 സെഫോലിയ ഇതേറിയാണ്. ഓക്കെ, അപ്പോൾ സെഫോലിയ ഇതേറി എന്ന് പറഞ്ഞാൽ ടെസ്റ്റ്നെറ്റ് ഇതേറിയാണ്. നമ്മൾ ക്യാഷ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു കൺഫേം ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ഫൈനലൈസ് ആവണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ബാലൻസ് ആയിട്ട് കുറച്ച് സെഫോലിയ ഇതേറിയം വേണം. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഫൈനലൈസ് ആവുക. അപ്പോൾ ഈ സെഫോലിയ ഇതേറിയം ബാലൻസ് ഇല്ലാത്തവർക്കാണ് ഫൈനലൈസ് ആവാത്തത്. കൺഫേം ചെയ്യാണ്. ഞാനിപ്പോൾ കൺഫേം ചെയ്തു. എൻ്റെ ഇവിടെ ഫൈനലൈസ് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാനവിടെ കൺഫർമേഷൻ കൊടുത്തു. അതിനുശേഷം 1 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോഴേക്കും എൻ്റെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഇതുപോലെ കംപ്ലീറ്റഡ് എന്ന് വന്നാൽ മാത്രമാണ് നമ്മുടെ ട്രാൻസാക്ഷൻ കൗണ്ട് ആവുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സെഫോലിയ നെറ്റ്വർക്കിൽ കുറച്ച് സെഫോലിയ ബാലൻസ് വേണം. എങ്കിൽ മാത്രമാണ്, സെഫോലിയ ഇതേറിയം ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ഫൈനലൈസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ എങ്ങനെ സെഫോലിയ ഇതേറിയം എടുക്കാം? ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മെറ്റാമാസ്കിൻ്റെ അഡ്രസ്സ് കോപ്പി ചെയ്യുക എന്നുള്ളതാണ്. ആസ് യൂഷ്വൽ നമ്മളിവിടെ നിന്ന് കോപ്പി ചെയ്തു. ഒരുപാട് പ്രാവശ്യം ഞാൻ കാണിച്ചു തന്നതാണ്. മൈനിങ് അടക്കം ഞാൻ കാണിച്ചു തന്നതാണ്. അതിൻ്റെ വീഡിയോൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കാം. ആ ഒരു ടെസ്റ്റ്നെറ്റ് ചെയ്യുന്ന വീഡിയോയിൽ ഞാൻ കറക്റ്റായിട്ട് എങ്ങനെ സെഫോലിയ മൈൻ ചെയ്യാം എന്നുള്ളത് വരെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അത് അറിയാത്തവർക്ക്, തീരെ ഈ വീഡിയോ കണ്ടിട്ട് മനസ്സിലാവാത്തവർക്ക് താഴെ കൊടുക്കാം. അത് നോക്കി
സെഫോലി എടുക്കാൻ പഠിക്കുക. ഓക്കെ, സിമ്പിളാണ്. എല്ലാ സൈറ്റുകളുടെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അപ്പോൾ ഞാൻ റിസീവ് കൊടുത്തു. റിസീവ് ഇതേറിയം കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഫ്രീ ആയിട്ട് ആ ഒരു സെഫോലി ഇതേറിയം ഇവിടെ സെൻഡ് ആയത് കാണാൻ പറ്റും. എപ്പോഴും നിങ്ങൾ ഈ ഒരു ബ്രിഡ്ജിൻ്റെ പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്ടിവിറ്റി എന്ന് പറയുന്ന ബട്ടൺ കാണാൻ പറ്റും. ആക്ടിവിറ്റിയിലേക്ക് കയറുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ഫൈനലൈസിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടാവും. ഫൈനലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് കൊടുക്കുക. വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, സെഫോലി ഇതേറിയം കുറച്ച് ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഫൈനലൈസ് ചെയ്യാൻ പറ്റുക. ആ ഒരു കാര്യം മനസ്സിലാക്കുക. കുറേ പേർക്കുള്ളൊരു ഡൗട്ടാണ്, ഞങ്ങൾ ഈ ട്രാൻസാക്ഷൻ ഒക്കെ ചെയ്തു, പക്ഷേ ഞങ്ങൾക്ക് RWT എന്ന് പറയുന്ന കോയിൻ ഇപ്പോഴും ക്രെഡിറ്റ് ആയിട്ടില്ല എന്ന കാര്യം. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, RWTൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഒന്നും സ്റ്റാർട്ടായിട്ടില്ല. സ്റ്റാർട്ടാവുന്ന സമയത്ത് മാത്രമേ നമുക്ക് ആ കോയിനൊക്കെ കിട്ടുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ഓരോ ദിവസവും ഈ ട്രാൻസാക്ഷൻ ചെയ്ത് പോവുക. നിങ്ങൾക്ക് ഇത്ര എയർ ഡ്രോപ്പ് ഉണ്ടാവും എന്ന കാര്യങ്ങളൊന്നും നമുക്ക് നിലവിൽ ചെക്ക് ചെയ്യാൻ പറ്റില്ല. ഡെയിലി വരിക, ഇതുപോലെ ഒരു ട്രാൻസാക്ഷൻ ചെയ്യുക, ഇറങ്ങുക, ഇത്ര മാത്രം ചെയ്താൽ മതി. ഡെയിലി ചെയ്തു പോകണം. കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വലിയ എയർ ഡ്രോപ്പ് കിട്ടില്ല. ലാസ്റ്റ് ഇതിനെയും സ്കാം എന്ന് പറഞ്ഞ് വരരുത്. ഞാനിപ്പോഴേ പറയുകയാണ്, കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ നല്ല എയർ ഡ്രോപ്പ് കിട്ടൂ. ഞാനിപ്പോഴും എടുത്ത് പറയുകയാണ്, നമ്മൾ സ്റ്റാർട്ടായപ്പോൾ തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഏർലി ഓപ്പർച്യൂണിറ്റി കിട്ടിയത് മിസ്സാക്കരുത്. ഇനി അവസാനമായിട്ട് നമ്മൾ ചെയ്യാനുള്ളത് ഇവരുടെ ഡിസ്കോഡ് സെർവർ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഡിസ്കോഡിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. തീർച്ചയായിട്ടും ഡിസ്കോഡിൽ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജാണ് വരിക. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട എത്ര ഉള്ളൂ, കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വാലറ്റ് സബ്മിഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, ഒരു സെക്ഷൻ കാണാൻ പറ്റും. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജാണ് വരിക. ഓക്കെ, ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വാലറ്റ് അഡ്രസ്സ് സബ്മിറ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ നമ്മുടെ വാലറ്റ് അഡ്രസ്സ് കൊടുക്കാൻ പറ്റും. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മെറ്റാമാസ്ക് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഈ ഒരു അഡ്രസ്സ് കോപ്പി ചെയ്യുക, ഇവിടെ പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വാലറ്റ് അഡ്രസ്സ് സബ്മിറ്റ് ആവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് ചെയ്ത് വെക്കുക. ഞാൻ ഓൾറെഡി ചെയ്തുകൊണ്ട് തന്നെ വീണ്ടും ചെയ്ത് കാണിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു വാലറ്റ് അഡ്രസ്സ് ഒന്ന് സബ്മിറ്റ് ചെയ്ത് വെക്കുക. ഇത് നിർബന്ധമായിട്ട് ചെയ്യണം. ഇത് നമുക്ക് വളരെ ഉപകാരപ്പെടുന്ന കാര്യമാണ് ഫ്യൂച്ചറിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഇവിടെ നിന്ന് കോപ്പി ചെയ്യുക, ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക, സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ, ഡിസ്കോഡിൽ വന്നതിന് ശേഷം വാലറ്റ് സബ്മിറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് താഴത്തേക്ക് വരിക. ഇവിടെ നമുക്ക് ലിങ്ക് ട്വിറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, നമ്മുടെ ട്വിറ്റർ അക്കൗണ്ട് ജസ്റ്റ് ലിങ്ക് ചെയ്യണം. അതിനുവേണ്ടി ലിങ്ക് ട്വിറ്റർ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് വരിക. ഓക്കെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ട്വിറ്റർ അക്കൗണ്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി /set ട്വിറ്റർ എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, സെറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ മേലെ സജഷൻ വരും, സെറ്റ് ട്വിറ്റർ എന്ന് പറയുന്ന കാര്യം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ കൊടുത്തതിന് ശേഷം എൻ്റെ യൂസർ നെയിം, ഞാനിവിടെ ട്വിറ്ററിൻ്റെ യൂസർ നെയിമാണ് പേസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാൻ എന്തായാലും എൻ്റെ ട്വിറ്ററിൻ്റെ യൂസർ നെയിം ഞാനിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം എന്ത് ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം എൻ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ട്വിറ്റർ അക്കൗണ്ടും സെറ്റ് ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് ചെയ്തതിന് ശേഷം നിങ്ങൾ വീണ്ടും ചെയ്യേണ്ട /profile എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. ഓക്കെ, /profile ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണാൻ പറ്റും. ഇത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എൻ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ പ്രൊഫൈൽ കാണാൻ പറ്റും. ഇവിടെ ട്വിറ്റർ നെയിം, നമ്മുടെ ട്വിറ്റർ ലിങ്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ ട്വിറ്റർ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ വാലറ്റ് കണക്റ്റിൽ നമ്മുടെ വാലറ്റ് കണക്ട് ആക്കിയിട്ടുണ്ടായിരുന്നു, ആ വാലറ്റിൻ്റെ അഡ്രസ്സും ഇവിടെ കാണാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് നമ്മളെല്ലാം പക്കയായിട്ട് റെഡി ആയി കഴിഞ്ഞു. നമ്മുടെ ഡിസ്കോഡ് സെർവറിൻ്റെ പ്രൊഫൈലുമായിട്ട് നമ്മളുടെ ട്വിറ്റർ, നമ്മളുടെ വാലറ്റ് രണ്ടും കണക്ട് ആയി കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുക. എങ്കിൽ മാത്രമായിരിക്കും നമ്മൾ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും ചെയ്യുക. അതുപോലെ തന്നെ ഇനിയും ഇതുപോലുള്ള വീഡിയോസ് കിട്ടാനായിട്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങളുടെ ടെലഗ്രാം എയർ ഡ്രോപ്സ് ലവേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സിനെല്ലാം ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ടെസ്റ്റ്നെറ്റുകളും കൂടെ ഫാം ചെയ്യാൻ പറയുക. അല്ലാതെ ഓരോ പ്രൊജക്റ്റും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വീണ്ടും സ്കാമാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ടൈം തന്നെയാണ് നിങ്ങൾ വേസ്റ്റ് ചെയ്യുന്നത്. നല്ല പ്രൊജക്റ്റുകൾ ഇനിയെങ്കിലും എയർ ഡ്രോപ്പ് ഫാമിംഗ് ചെയ്ത് തുടങ്ങുക. ടെലഗ്രാമിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കരുത്. നിങ്ങൾക്ക് വലിയ എമൗണ്ട് ടെലഗ്രാമിൽ നിന്നും കിട്ടാൻ വളരെ പാടാണ്. 10 പ്രൊജക്റ്റ് ഫാം ചെയ്താൽ അതിൽ നിന്നും 1 മാത്രമായിരിക്കും നല്ലത് എന്ന കാര്യം മനസ്സിലാക്കുക. ടെസ്റ്റ്നെറ്റുകൾ അങ്ങനെയല്ല, നല്ല ടെസ്റ്റ്നെറ്റുകൾ നമ്മൾ ഫാം ചെയ്താൽ തീർച്ചയായിട്ടും അതിൻ്റെ റിട്ടേൺസ് നമുക്ക് കിട്ടും. ഇന്നോ നാളോ കിട്ടിക്കൊള്ളണമെന്നില്ല, കുറച്ച് ടൈം എടുക്കും. എങ്കിലും കിട്ടുമ്പോൾ നമുക്ക് നല്ലൊരു എയർ ഡ്രോപ്പ് ആയിരിക്കും കിട്ടുക. ആ ഒരു കാര്യം മനസ്സിലാക്കി കൺസിസ്റ്റൻ്റ് ആയിട്ട് എയർ ഡ്രോപ്പ് ഫാമിംഗ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ മറക്കാതെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. എല്ലാ അപ്ഡേറ്റ്സും ടെലഗ്രാമിലായിരിക്കും പ്രൊവൈഡ് ചെയ്യുക. ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്ത പല കാര്യങ്ങളും വീണ്ടും ആൾക്കാർ ഡൗട്ട്സ് ആയിട്ട് ഇതിൻ്റെ അപ്ഡേറ്റ് ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ടെലഗ്രാം ചാനലാണ് അപ്ഡേറ്റിന് വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവിടെയാണ് എല്ലാ അപ്ഡേറ്റ്സും പോസ്റ്റ് ചെയ്യുക. അത് നോക്കി ചെയ്യുക. അല്ലാതെ ചെറിയ അപ്ഡേറ്റ്സ് നമ്മൾ ഓരോന്നും വീഡിയോ ചെയ്യുന്നതല്ല. ആ ഒരു കാര്യം മനസ്സിലാക്കുക. എന്നിട്ട് ടെലഗ്രാം ചാനലിൽ വരുന്ന എല്ലാ അപ്ഡേറ്റ്സും കൃത്യമായിട്ട് നോക്കി ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. സീ യു സൂൺ. ബൈ.